നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ആർജെ ചോദിക്കുകയാണ്, ഒരു അപകടം വേണ്ട, നിപ്പിലൊരു തലവേദന പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും ആശുപത്രിയിൽ പോകില്ല എന്ന് ആക്രോശിച്ച നിങ്ങളുടെ ഭാര്യയോട്, മക്കളോട്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് ആവശ്യപ്പെടുന്നു, ഈ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കാൻ പോകുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്, നിങ്ങളെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വേദന ഒരുപക്ഷെ അവരുടെ വേദനയെ തിരിച്ചറിയുന്നവരാണെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം തളരുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ബന്ധുജനാദികൾ അടുത്തു വരുന്നു. അത് തലവേദനയാകാം, ഇന്നുവരെ നിങ്ങൾ അനുഭവിക്കേണ്ട നെഞ്ചുവേദനയാകാം, അതിസമ്മർദ്ദം കൊണ്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള വ്യഗ്രതയാൽ സംഭാവനയായി കിട്ടിയ മാനസിക വ്യഥകളാൽ നിങ്ങൾ അനുഭവിച്ച സംഘർഷങ്ങൾ സമ്മാനിച്ച ബ്രെയിൻ അന്യൂറിസം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ കേൾക്കുന്നത് മരണമണി നാദങ്ങളാണ് ആംബുലൻസിൻ്റെ. നിങ്ങൾ ഉറ്റവർ ഉടയവർ നെഞ്ചു പിളരുന്ന വേദനയോടെ നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കാൻ ശ്രമിക്കുന്ന മണിക്കൂറുകളാണത്. അത്യാധുനിക ആതുരാലയങ്ങൾ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിന് കരം വേണ്ടി വരില്ല. പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഒടുവിൽ തീർപ്പ് കൽപ്പിക്കുന്നു, അടിയന്തര ശസ്ത്രക്രിയ. സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ അമ്പരന്ന് പോകുന്ന ലക്ഷങ്ങളുടെ വാതുവെപ്പ് നടക്കുകയാണ്. ആ നിമിഷങ്ങൾക്ക് വിലയിട്ടവർ വിലപേശും. ലക്ഷങ്ങൾ വേണം. ഇവിടെ നിങ്ങൾ നിസ്സഹായരാകുമ്പോൾ ആർജെ ഒന്നും കൂടെ ചോദിക്കുന്നു, എത്ര പേർ രാജ്യം നിങ്ങളുടെ അവകാശമായി നൽകുന്ന സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന്? കേരള സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ ഉടമസ്ഥരാണ് നിങ്ങളെന്ന്? ഇത്തരം സാഹചര്യങ്ങളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും ചങ്കിടിപ്പ് കുറയ്ക്കുന്ന ആ അവകാശങ്ങൾ എത്ര ഭാരതീയർ കൈയാളിയിട്ടുണ്ട് എന്ന് ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് നാളിതുവരെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ? അതിജീവന വാർത്താംശമുള്ള ഈ വിവരങ്ങൾ നൽകാൻ കക്ഷി രാഷ്ട്രീയ ഗാഥാവളികൾ ഉയർത്തുന്ന വാർത്താ ചാനൽ സംഘങ്ങൾക്കും സമയമില്ലത്രേ. പിന്നെ എങ്ങനെ നിങ്ങൾ അറിയും നിങ്ങളുടെ അവകാശങ്ങളും ജനക്ഷേമ പദ്ധതികളും? ഇവിടെയാണ് ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ മലനാട് TV ഇന്ത്യയുടെ പ്രസക്തി, ഈ വർത്തമാന വാർത്താ പരമ്പരയുടെ പ്രസക്തി. ആരംഭിക്കുന്നു ഞാൻ മന്ത്രിയായാൽ. ആദ്യ എപ്പിസോഡിൽ അതിഗൗരവമേറിയ സാമൂഹ്യ ജീവിതത്തിൽ ആദ്യ പരിഗണന ലഭിക്കേണ്ടുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനാരോഗ്യം കവർന്നു കളയുന്ന പൊതു ആരോഗ്യ മേഖല. ഈ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന്. ഞാൻ മന്ത്രിയായാൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മികച്ച ഒരുപാട് ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഈ മേഖലയിൽ. UDF ഭരണകാലത്ത് KM മാണി സാർ അവതരിപ്പിച്ച കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഏറെ പ്രശംസ നേടിയ പദ്ധതിയാണ്. തുടർന്ന് വന്ന LDF സർക്കാർ കുറെക്കൂടി മുന്നോട്ട് പോയി 5 ലക്ഷം വരെയുള്ള ചികിത്സാ നിധിയായിട്ട് അതിനെ മാറ്റുകയുണ്ടായി. കേരള സർക്കാരിൻ്റെ കമ്മി ബഡ്ജറ്റിൽ തൽക്കാലം സേവനം കൂടുതൽ ജനപ്രിയമാക്കുവാൻ താല്പര്യമില്ലാതെ വന്നിരിക്കുകയാണ്. ഇന്ന് 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സർക്കാർ ആശുപത്രികളിൽ ഇൻഷുറൻസുകളുടെ മേഖലകൾ നൽകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനസേവന പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ കേരളത്തിൽ അവതരിക്കുന്നത്. എന്താണ് ആയുഷ്മാൻ ഭാരത്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപ വരെ വിനിയോഗിക്കാവുന്നതാണ്. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പുതുക്കിയ രൂപമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. നിലവിലെ RSBY പദ്ധതിക്ക് ഉപരിയായി SCC 2011 ഡേറ്റാബേസ്, അതായത് 2011 സെൻസസിന്റെ അളവിൽ അർഹരായ മുഴുവൻ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ആയുഷ്മാൻ ഭാരത് ദേശീയ ആരോഗ്യ നയം 2017 ഭാഗമായി നടപ്പിലാക്കപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പതാകവാഹക പദ്ധതികളിലൊന്നാണ് ആയുഷ്മാൻ ഭാരത്. ഭാരത പൗരന്മാർക്കായി നടപ്പിലാക്കപ്പെട്ട സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇതിന് പ്രധാനമായും 2 അനുബന്ധ ഘടകങ്ങളുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിലവിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങൾക്കും പകരമായി ഉയർന്നു വരേണ്ട സമഗ്ര ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. മാതൃശിശു പരിചരണവും വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ നിന്നും നിർബാധം ലഭിക്കുന്നതായിരിക്കുമെന്നാണ് പറയുന്നത്. അനുബന്ധമായ ഫാർമസിയും പരിശോധന സൗകര്യവും ഒക്കെ അവിടെ ഉണ്ടാകണം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് രണ്ടാമത്തേത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ PMJAY പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപ വരെ വിനിയോഗിക്കാവുന്നതാണ്. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പുതുക്കിയ രൂപമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. നിലവിലെ RSBY പദ്ധതിക്ക് ഉപരിയായി SSC ഡാറ്റ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2011 സെൻസസ് പ്രകാരം അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെ, അർഹത എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളെയായിരുന്നു അർഹതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്നത് 5 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള പ്രധാനമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കത്തുകൾ വന്നിട്ടുണ്ടാകും. പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള കത്തിനോടൊപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള
ഈ പറയുന്ന ഒരു ID കാർഡ്, ഒരു ഇൻഷുറൻസ് കാർഡും വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലർക്ക് വന്നിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് അക്ഷയ സെൻ്ററുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതലൊന്നും അറിയില്ല. ഇത്തരം പ്രധാനമന്ത്രിയുടെ ഈ ഒരു പിന്നെ ഇത്തരം കാര്യങ്ങൾ കേരള സംസ്ഥാന ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. 5 ലക്ഷം രൂപ മൂന്നാമത്തെ റൂമാണ്. ഇതാണ് പഴയ കാർഡ്. ഇതൊരു ഫാമിലി കാർഡാണ്. ഈ ഫാമിലി കാർഡ് ഉള്ളവർക്ക് ഇതിനകത്ത് 5 തന്നെ ചേർക്കാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് ഫോട്ടോ വെച്ചിട്ട് പ്രത്യേകിച്ച് കാർഡ് കിട്ടും. ഇതാണ് ഈ PMJY-യുടെ ഇൻഷുറൻസ് കാർഡ്. ഇതിനാണ് ഇപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ ആയുഷ്മാൻ പറഞ്ഞു ഈ വാട്സാപ്പ് വഴിയൊക്കെ പ്രത്യേകിച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലൊക്കെ രജിസ്ട്രേഷൻ വിളിക്കും. ആ സമയത്ത് പോയി ചെയ്തവർക്കാണ് ഈ കാർഡ് കിട്ടുന്നത്. ഇതുള്ളവർക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ കിട്ടുന്നത്. റേഷൻ കാർഡിൽ അതൊന്നുകൂടെ കാണിച്ചേ. ചെറിയ കാർഡ് ഇതാണ് വരുന്നത്. ഇത് ഫാമിലി കാർഡാണ്. ഇത് എടുത്തവർക്കാണ്. പിന്നെ എല്ലാ താഴെ പേരുണ്ടോ അവർക്ക് ഇതുപോലുള്ള കാർഡ് കിട്ടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 2 പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. PMJY പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് പ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാ രംഗത്തെ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ താങ്ങാൻ സാധാരണക്കാർക്കുള്ള ഒരു സഹായമായിട്ട്, ഒരു കൈത്താങ്ങായിട്ടാണ് ഈ പദ്ധതി മാറിയിരിക്കുന്നത്. പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് 3 ദിവസത്തെ ചെലവ്, കൂടാതെ ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെ ചെലവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ കർഷകരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ജോലിക്കാരായിരിക്കാം. അവരുടെ നഷ്ടപ്പെടുന്ന ജോലി ദിനങ്ങളുടെ വേതനം പോലും ഇതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇത്തരം പദ്ധതികളുടെ ഹൈലൈറ്റുകൾ. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യം കാസ്പ് അല്ലെങ്കിൽ PMJY പദ്ധതികളിലൂടെ ലഭിക്കുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കുമെന്നും ഉറപ്പ് നൽകുന്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലെയിമിൽ മരുന്നുകൾ, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറിവാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചാൻസുള്ള മറ്റനുബന്ധ പ്രത്യാഘാതങ്ങൾക്ക് സഹായം ലഭിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന പദ്ധതികളാണ് PMJY അല്ലെങ്കിൽ കാരുണ്യ ബെനവലൻസ് ഫണ്ട് സ്കീമുകൾ. ഇതിൻ്റെ മേന്മകളെക്കുറിച്ച് പറഞ്ഞ് വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത പദ്ധതികൾ പ്രകാരം ഓരോ കുടുംബത്തിനും 30,000 രൂപ മുതൽ 3 ലക്ഷം വരെയുള്ള ചികിത്സാ ചിലവുകളാണ് നിലവിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ PMJY പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് വിനിയോഗിക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ, മെഡിക്കൽ പരിശോധനകൾ, ചികിത്സകൾ, മെഡിസിനും അനുബന്ധ വസ്തുക്കൾക്കും അതിതീവ്ര പരിചരണ വിഭാഗത്തിന് വേണ്ടിയുള്ള ചെലവുകൾ, രോഗനിർണയം, ലാബ് പരിശോധന, ഇംപ്ലാന്റേഷൻ, താമസ സൗകര്യം, തുടർ ചികിത്സ, ഇത്തരത്തിൽ വിവിധ ചിലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ കുടുംബാംഗങ്ങളുടെ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമല്ല എന്ന് പറയുന്നുണ്ട്. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഇവിടെ സംസ്ഥാന ആരോഗ്യ ഏജൻസി എന്ന് പറയുന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. ആർട്ടാക് മീനാക്ഷി പ്ലാസ ഗവൺമെൻറ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൻ്റെ എതിർവശം, അതായത് തൈക്കാട്, തിരുവനന്തപുരത്താണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഞാൻ അവിടെ വിളിച്ചിരുന്നു. അവരുടെ ഫോൺ നമ്പർ നമുക്കിപ്പം താഴെ എഴുതി കാണിക്കുന്നതാണ്. ഈ സ്ഥലത്തേക്ക് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടികൾ ഒരുപക്ഷെ നിരാശാജനകമായിരുന്നു. കാരണം ഈ പദ്ധതികളുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും അവിടെ നിന്നും ലഭ്യമല്ല. കാരണം പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ ഈ കാർഡുകളൊന്നും കൊടുക്കുന്നില്ല എന്നാണ്, പുതിയ ആളുകളെ അതിനകത്ത് ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചേർത്തവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ മറുപടികളില്ല. എല്ലാ ആശുപത്രികളിലും ഇത് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. തങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ അറിയാതെ അതിനെക്കുറിച്ച് തങ്ങൾക്ക് ഈ സൗജന്യമായിട്ട് ലഭിക്കേണ്ടതല്ല, അവരുടെ ഔദാര്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. അപ്പോൾ അത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ ചിലവുകൾ വഹിക്കുവാൻ നെട്ടോട്ടമോടുന്ന ഒരു വർത്തമാനകാല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും മലനാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 17-നാണ് ആയുഷ്മാൻ ഭവ എന്ന ആരോഗ്യ ക്യാമ്പയിന് തുടക്കമിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സെപ്റ്റംബർ 17-നാണ് ഇത്തരം പരിപാടികളുടെ തുടക്കം തുടങ്ങിയത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു സെപ്റ്റംബർ 13 ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആരോഗ്യകരമായ ഗ്രാമങ്ങളും ആരോഗ്യകരമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളും സൃഷ്ടിക്കുക.
ആത്യന്തികമായി രാജ്യത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 11 കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഔദ്യോഗികമായി ആരംഭിച്ച ഈ സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾ ഒക്ടോബർ 2 വരെ തുടരുന്നുണ്ട്. സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യും. അഭ ഐഡികൾ നൽകും. ആരോഗ്യ സംരക്ഷണ പരിപാടികളെക്കുറിച്ചും സാംക്രമികേതര രോഗങ്ങൾ, ക്ഷയം, അനീമിയ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക തുടങ്ങിയവയാണ് ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ പരിപാടികളുടെയൊക്കെ ലക്ഷ്യം. ആയുഷ്മാൻ പദ്ധതിയുടെ കീഴിൽ ആപ്കെ ദ്വാര 3.0, ആയുഷ്മാൻ സഭകൾ, ആയുഷ്മാൻ മേളകൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ഹെൽത്ത് സെൻ്ററുകളിലും ആശുപത്രികളിലും മെഡിക്കൽ ക്യാമ്പസുകളിലും കോളേജുകളിലും ആയുഷ്മാൻ ഭവ സംരംഭത്തിന് കീഴിൽ ആയുഷ്മാൻ ആപ്കാ ദ്വാർ 3.0, ആയുഷ്മാൻ സഭകൾ, ആയുഷ്മാൻ മേളകൾ എന്നിങ്ങനെ വിവിധ മേളകൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബ ആരോഗ്യക്ഷേമ മന്ത്രാലയമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്യാമ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ വ്യക്തിക്കും ആവശ്യ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സേവാ പഖ്വാഡ സംഘടിപ്പിക്കുന്നുണ്ട്. കാർഡിൻ്റെ ഉപയോഗവും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി കീഴിൽ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയുമാണ് ആയുഷ്മാൻ ആപ്കെ ദ്വാർ 3.0 കൊണ്ട് ലക്ഷ്യമിടുന്നത്. ജനങ്ങൾക്കിടയിൽ രോഗങ്ങളെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് അവബോധം വളർത്തുക, ഈ കാർഡ് പകർപ്പ് തടയുക, തുടർച്ചയായ പരിചരണം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുപോലെ ആരോഗ്യകരമായ കാര്യങ്ങൾ സംബന്ധിച്ച് മേളകൾ സംഘടിപ്പിക്കുന്ന പദ്ധതി കൂടിയാണ് ആയുഷ്മാൻ മേള. സമഗ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകജാലക വേദികളാണ് ഈ മേളകൾ. ജനങ്ങൾക്കിടയിൽ ആരോഗ്യത്തെക്കുറിച്ചും പ്രതിരോധ നടപടികൾ, നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കും. ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഓരോ വെൽനസ് സെൻ്ററുകളിലും ആരോഗ്യമേള സംഘടിപ്പിക്കുന്നത് അവിടുത്തെ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തും. ആയുഷ്മാൻ സഭയാണ് മറ്റൊന്ന്. ആയുഷ്മാൻ കാർഡുകൾ, അഭ ഐഡി ജനറേഷൻ എന്നിവയ്ക്കൊപ്പം സാംക്രമികേതര കേന്ദ്രങ്ങൾ, സാംക്രമിക സേവനങ്ങൾ, ക്ഷയം എന്നിവയെക്കുറിച്ചുള്ള അവബോധനങ്ങളും വളർത്തുന്നതിനുള്ള ഒരു കമ്മ്യൂണിറ്റി തലത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കേരള ലോട്ടറികളിലൂടെ ധനസമാഹരണം നടത്തി ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉറപ്പ് പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര പദ്ധതിയെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ്, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ്, നികുതി വകുപ്പാണ് പദ്ധതി നിയന്ത്രിക്കുന്നത്. ക്യാൻസർ, ഹീമോഫീലിയ, കിഡ്നി, ഹൃദ്രോഗം തുടങ്ങിയ നിശ്ചിത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിർധനരായിട്ടുള്ള ആളുകൾക്കും പാലിയേറ്റീവ് കെയറിനും കാരുണ്യ ബെനവലന്റ് ഫണ്ട് സാമ്പത്തിക സഹായം നൽകുന്നു. നറുക്കെടുപ്പിലൂടെയാണ് ആരോഗ്യ പദ്ധതിക്കുള്ള തുക സമാഹരിക്കുന്നത്. 1000 രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും ഇടത്തരക്കാർക്ക് പോലും ചികിത്സാ ചെലവ് താങ്ങാനാവില്ലെന്ന് തെളിയിക്കപ്പെട്ട രോഗങ്ങൾക്കായി ബുദ്ധിമുട്ടുന്നവർക്കും ഈ ക്ഷേമ നടപടികൾ സഹായകരമാണ്. 3 ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇപ്പോൾ ലഭ്യമാകുന്നത്. അർഹമരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിക്കുന്നതിന് KSSC എംപാനൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആശുപത്രികൾ സമീപിക്കാം. KBF സ്കീമിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷാ ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ്, ചികിത്സാ പാക്കേജുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. IT സംയോജനം, KBF സ്കീമിലെ രോഗി സൗഹൃദ സമീപനങ്ങൾ മെച്ചപ്പെടുത്തുന്നു തുടങ്ങിയവ നടന്നു വരുന്നുണ്ട്. PMJY പദ്ധതി പോർട്ടലുമായി സംയോജിപ്പിച്ചതിന് ശേഷം ഗുണഭോക്തൃ അപേക്ഷാ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോ, റേഷൻ കാർഡ് കോപ്പിയാണ്, കുടുംബ ഫോട്ടോ എന്നിവ സഹിതം വീടിന് മുന്നിൽ രോഗി വീടിന് മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോയാണ് വേണ്ടത്. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ ചികിത്സാനുകൾക്കുള്ള യോഗ്യത സ്ഥിരീകരിക്കുകയുള്ളൂ. അപേക്ഷ KSA ആശുപത്രികളിൽ നേരിട്ട് സമർപ്പിക്കാം. കൂടാതെ രോഗികൾ റേഷൻ കാർഡ് മാത്രം വരുമാന തെളിവുള്ള റേഷൻ കാർഡ് നൽകിയാൽ മതിയാകും. കൂടാതെ എല്ലാ പ്രോസസ്സിങ്ങിനും IT ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിലൂടെ നടക്കും. ആനുകൂല്യങ്ങൾ തൃതീയ പരിചരണം, അതായത് 2 ലക്ഷം രൂപയുള്ള ഒരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ലഭിക്കുക. കിഡ്നി രോഗങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട്. വൃക്ക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ഹീമോഫീലിയ രോഗികൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള പാക്കേജുകളും വരുന്നുണ്ട്. 315ഓളം പാക്കേജുകളാണ് കാസ്പിൻ്റെ പാക്കേജുകളുള്ളത്. പ്രകാരം തൃതീയ പരിചരണം 26 സ്പെഷ്യാലിറ്റികൾക്ക് കീഴിൽ 1667 നടപടിക്രമങ്ങൾ. എല്ലാ പാക്കേജിലും ഡിസ്ചാർജ് കഴിഞ്ഞ് 15 ദിവസത്തേക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ ഹോസ്പിറ്റലൈസേഷൻ ചാർജുകൾ, ഡേ കെയർ സിറ്റിംഗ് ചാർജുകൾ ഉൾപ്പെടുത്തുന്നു. ഹീമോഫീലിയ രോഗികൾക്കും പദ്ധതി പ്രകാരം പരിചരണം നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പാക്കേജും നിരക്കും ഹീമോ ഡയാലിസിന് രൂപ ഒരു സെഷന് 650, ഹീമോ ഡയാലിസിന് ഒരു സെഷന് 900. IT ഏകീകരണ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ശേഷം പോർട്ടലിലേക്ക് ഡാറ്റ എൻട്രി ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും മാനുവൽ പ്രോസസ്സ് അപേക്ഷ ചെയ്ത് ഗുണഭോക്താക്കൾക്ക് ഒന്നിലധികം ടച്ച് പോയിന്റുകൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റി പോർട്ടലുമായി പുതിയ IT സംയോജനം മുഴുവൻ പ്രക്രിയയും ഡിജിറ്റലൈസ് ചെയ്യും. കൂടാതെ പേപ്പർ രഹിത പണരഹിത ചികിത്സാ ആനുകൂല്യങ്ങളോടൊപ്പം രോഗികൾക്ക് കുറഞ്ഞ കാത്തിരിപ്പ് കാലയളവ് ലഭിക്കും. കൂടാതെ ആശുപത്രികൾക്ക് ഓൺലൈനായി ക്ലെയിമുകൾ ഉയർത്താനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിൽ നിന്നും തുക ക്രെഡിറ്റ് ചെയ്യാനും ആശുപത്രികൾക്ക് കഴിയും.
എംപാനൽ ചെയ്ത ആശുപത്രികളിൽ 57 ആശുപത്രികളും 26 ഡയാലിസിസ് സെൻ്ററുകളും 742 മറ്റ് ആശുപത്രികൾ 194 പൊതു 538 സ്വകാര്യ ആശുപത്രികളുമാണ് ഇതിൻ്റെ കീഴിലേക്ക് പോകുന്നത്. ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മുഴുവനും കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചാണ്. ഒരു വലിയ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷനാണ് അതിലൂടെ കിട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ മന്ത്രിയായാൽ എന്ത് ചെയ്യും എന്ന് വീണ ജോർജ് ചിന്തിക്കണം. വീണ ജോർജ് ഒരുപക്ഷെ നമ്മളുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് സമ്മതിദാനം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുൻപിലേക്ക് സമ്മതിദാന അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ കുറേയധികം പ്രകടന പത്രികയിലൂടെ പറഞ്ഞ വ്യക്തിയാണ്. ഇന്ന് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ സമഗ്രമായിട്ടുള്ള ആവിഷ്കരണം നടപ്പിലാക്കിയാൽ പോലും ഒരുപക്ഷെ സഹജീവികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നിസ്സഹായരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമൂഹങ്ങൾക്ക്, അടിസ്ഥാന സമൂഹങ്ങൾക്ക് ഏറ്റവും മികച്ച ജീവിത സൗകര്യങ്ങളും ഏറ്റവും മികച്ച ചികിത്സാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ മുമ്പിൽ ഒത്തിരി പരാതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചികിത്സാ സഹായങ്ങളൊന്നും തന്നെ സർക്കാർ മേഖലയിൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനു പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മളുടെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികൾ ഇതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്ന നടപടി കാണുന്നുണ്ട്. ഒരു ആശുപത്രിയിലെ ഒരു പുരോഹിതൻ, അതായത് നമ്മളുടെ ഇവിടുത്തെ ബിഷപ്പ് ഹൗസുകൾ നടത്തുന്ന ആശുപത്രികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണെന്ന് തിരിച്ചറിയേണ്ടവരാണ് ഏത് മതത്തിൻ്റെ സ്ഥാപനങ്ങളായാലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ശരിക്കും ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്നവരെ പോലെ ആക്രോശിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കണ്ടത്. അവിടെ പലപ്പോഴും ഇത്തരം പ്രവർത്തന മേഖലയിൽ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടുന്ന പൊതുമേഖലയിൽ നിൽക്കുന്ന സ്ഥാപനത്തോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഭാ മേലധികാരികളുടെ സ്ഥാപനങ്ങൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുടെ ആശുപത്രികൾ, ഇവരൊക്കെ ഇത്തരം പദ്ധതികളോട് മുഖം തിരിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇവിടെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില ചെറിയ ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ബാക്കി എല്ലാ പൊതുമേഖലാ ആശുപത്രികളിലും ഈ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആയുഷ്മാൻ ഭാരത് എന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഉടൻ തന്നെ നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ കേരള സംസ്ഥാനം ഇത്തരം പദ്ധതികളോട് മുഖം തിരിച്ച് നിൽക്കുമ്പോഴും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ പദ്ധതി എത്തിച്ചതിനുള്ള അവാർഡ് സംസ്ഥാന ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുഖം തിരിച്ച് നിന്നപ്പോൾ പോലും അത്തരൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതികളോട് മുഖം തിരിച്ച് നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. സാധാരണക്കാരന് കോരന് ഇന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത്തരം പദ്ധതികളെക്കുറിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ 1-2 കാര്യങ്ങൾ എടുത്തു പറയട്ടെ. ഈ അടുത്ത കാലത്ത് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുള്ള ഒരു യുവ ദമ്പതികളുടെ വെറും 27 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥം ആ ദമ്പതികൾ, നിർധന ദമ്പതികളാണ്, അവർ അവിടെ മുടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവർ സമാഹരിക്കേണ്ടി വന്നത് ഏകദേശം 7-8 ലക്ഷത്തോളം രൂപയാണ്. അതിനുശേഷം ആശ്രം മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റുകയും അവിടെയും വീണ്ടും തുടർ ചികിത്സ നടത്തുകയും കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. എങ്കിലും അവിടെ ചികിത്സാ സഹായങ്ങളെല്ലാം നോക്കിയതിന് ശേഷം, അതായത് 3 ലക്ഷത്തോളം രൂപ അവിടെ ആശ്രം മെഡിസിറ്റി ആവശ്യപ്പെട്ടു. അതിൽ 1.5 ലക്ഷം രൂപയോളം ആസ്റ്ററിൻ്റെ സഹായധനമായി മാറ്റിവെച്ചതിന് ശേഷം ബാലൻസ് നൽകാനുള്ള ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള തുകയായിട്ടുള്ള 1.5 ലക്ഷം രൂപ കണ്ടെത്തുവാൻ വേണ്ടി ശ്യാം ദമ്പതികളുടെ മകൾക്ക് വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയുടെ ഈ അകത്തളത്തിൽ തന്നെ ശ്യാം സമീപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മലനാട് ടിവിയുടെ സ്റ്റുഡിയോയിലെത്തി ആ കുട്ടിയുടെ പിതാവ് ശ്യാം നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ശ്യാമിൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചാണ് കുഞ്ഞിൻ്റെ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ജനിച്ച് ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു എക്കോ സ്കാൻ ചെയ്തു കുഞ്ഞിന്. അപ്പോൾ അതിൽ ഹാർട്ടിന് 3 ഹോളുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഗവൺമെൻറ് ഹൃദ്യം പദ്ധതിയിൽ നിന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ അമൃതയിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന കുഞ്ഞിന് ഒരു സർജറി വേണ്ട എന്നുള്ള രീതിയിൽ തള്ളി നീക്കി വെച്ചിട്ട് അവിടുന്ന് ഒരു ആദ്യത്തെ ഒരു 8-9 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞിനൊരു വീണ്ടും ഒരു ചെറിയൊരു ചുമയായിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ മാസം 13-ാം തീയതി രാത്രി വെളുപ്പിന്, അതായത് 14-ാം തീയതി വെളുപ്പിന് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അവർ വിളിച്ച് നേരെ കൊണ്ടുപോയിട്ട് ICUയിൽ കയറ്റി. പിന്നെ 26 ദിവസം കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള ഒരു പേയ്മെൻറ്റ്
അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു തുകയാണ് അവർ പറയുന്നത്. അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ കുഞ്ഞിന് ചികിത്സയില്ല. അത് ആരുടെ ആയാലും, അതായത് അവർ പറയുന്ന മെഡിസിൻ അല്ല അവരവിടുന്ന് ഐശ്വര്യം തന്നുവിടുന്ന സാധനം, അത് നമ്മൾ ഒന്നേ ഫാർമസിയിൽ പോയി മേടിക്കുക, മെഡിസിനും മെറ്റീരിയലും അത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും നമ്മൾ അവിടുന്ന് മേടിച്ച് അവിടെ ബില്ല് ചെയ്ത് ആ സാധനം ബില്ല് ചെയ്തെങ്കിൽ മാത്രമേ അത് ഐസിലോട്ട് ചെല്ലുള്ളൂ. അപ്പോൾ നമ്മൾ എവിടുന്ന് ആയാലും കള്ളക്കട മേടിച്ച് ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് നല്ലവരെ അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്രയും ഒരു പനിയായിട്ട് പോയ കുഞ്ഞിന് ഏറ്റവും കുറഞ്ഞൊരു 6 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഐസിയുവിൽ അവിടെ ചിലവാക്കിയിട്ടാണ് കുഞ്ഞിനെ അവിടുന്ന് മാറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു കാർഡുണ്ടല്ലോ, എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു സാധനമാണ്. അതായത് പ്രധാനമന്ത്രിയുടെ ഒരു കാർഡുണ്ട്. ആ കാർഡ് അവർക്ക് അക്സെപ്റ്റ് അല്ല. അവർക്ക് പ്രൈവറ്റിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. അതായത് നമ്മൾ വേറെ അങ്ങോട്ടും പോകണ്ട. അതായത് നമ്മൾ നേരെ മെയിൻ ഗേറ്റ് അവരുടെ കവാടം കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തേത് ഇൻഷുറൻസിൻ്റെ. അപ്പം നമ്മൾ അവിടെ ആ ഒരു കാർഡുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ പട്ടിയായിട്ട് പോരാട്ടും. അവർക്കത് പറ്റിയല്ല. പ്രൈവറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓക്കെയാണ്, അത് മാത്രം അവരെടുക്കുകയല്ല. പക്ഷെ നമ്മുടെ സർക്കാരിൻ്റെ ഹൃദയം പദ്ധതി അവർക്ക് ഓക്കെയാണ്, അതിന് കുഴപ്പമില്ല. ഇതാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥ. രണ്ടാമത് ഇപ്പോൾ അവിടുന്ന് കുഞ്ഞിനെ ഇറക്കി ആശുപത്രിയിലോട്ട് കുഞ്ഞിനെ മാറ്റി, അപ്പോൾ അവിടുത്തെ ചികിത്സയിലാണ്. അപ്പോൾ ഇവർ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുഞ്ഞിനെ ആദ്യം അതിൻ്റെ ഏറ്റവും ഇവർ കയറ്റി മെഡിസിൻ ഇറക്കുമായിരുന്നു അവിടെ ആദ്യം ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി 2 ആഴ്ച കൊണ്ട് കുഞ്ഞ് റിക്കവറി ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നാളെ കൊണ്ട് ഇപ്പോൾ കുഞ്ഞ് ഡിസ്ചാർജിൻ്റെ ഒരു വക്കിലേക്ക് എത്തി. കാര്യം വേറെ ഒന്നും കണ്ടല്ല, ആ ബർത്ത്ഡേയുടെ അന്ന് 25,000 രൂപ മരുന്ന് മേടിക്കണമായിരുന്നു. അതിന് ഞാനൊരു AC മെക്കാനിക്കാണ്, ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പലരോടും നമ്മൾ പുറത്തിറങ്ങി ചോദിച്ചാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലർക്കും കടം മേടിച്ചാൽ ഇത്ര ദിവസം ചികിത്സിച്ചുകൊണ്ട് കാര്യം ഇൻഷുറൻസ് കാർഡ് കാര്യങ്ങളൊന്നും നമ്മുടെ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം കുഞ്ഞിനെ കുറേ ആൾക്കാരുടെ സഹായത്തോടു കൂടി തന്നെ കുഞ്ഞിനെ മാറ്റി ആശുപത്രിയിൽ പോയി. ഇപ്പം 2 ആഴ്ച കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നാളെയാണ് ഡിസ്ചാർജ്. ഇപ്പം ആശുപത്രി തന്നെ ഒരു 3 ലക്ഷം രൂപയ്ക്ക് മേലെ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെയൊന്ന് റിക്കവറി ചെയ്ത് എടുക്കും, കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അതിനിപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു സാഹചര്യം ആയിട്ടില്ല, കയ്യിലൊരു രൂപ പോലും ഇല്ല. ഇനി അതേ ആരുടെയൊക്കെ സഹായത്തോടു കൂടി കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തിച്ച് നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. ഇന്ന് രാജ്യസഭ MP ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി ആ കുട്ടിയുടെ ചികിത്സാ ചിലവുകൾ വഹിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട്. പ്രധാനമായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നിസ്സഹായരായി പോകുന്ന സഹജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ രോഗിയേക്കാളും കൂടുതൽ ഇവിടെ നിസ്സഹായരാകപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ബൈസ്റ്റാൻഡേഴ്സാണ്. അവരുടെ നെഞ്ചു പിടയുന്ന വേദന മനസ്സിൽ കണ്ടുകൊണ്ടാണ് മലനാട് TV ഇത്തരം ഒരു വാർത്താ സംപ്രേഷണത്തിന് മുതിരുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഒക്കെ അപേക്ഷിക്കാനുള്ളത്, മറ്റ് ഇതര രാജ്യങ്ങളെപ്പോലെ തന്നെ, വികസിത രാജ്യങ്ങളെപ്പോലെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയും 100% സൗജന്യമാക്കണം. അതിന് വ്യക്തമായ നമ്മളുടെ ടാക്സ് പിടിച്ചെടുക്കണം. നമ്മൾക്ക് എല്ലാവരും നികുതികൾ നൽകുന്നുണ്ട്. അത്തരം നികുതികൾ നൽകുന്നതിന് രാജ്യത്തിലെ എല്ലാ ആൾക്കാരും തയ്യാറാണ് ഇത്തരം ഒരു സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താൽ. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ എയ്ഡഡ് എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്നത് പോലെ എയ്ഡഡ് ആശുപത്രികളാക്കുക. ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഗവൺമെൻറ് ശമ്പളം നൽകുന്നത് ഏകീകരിച്ച ഒരു ശമ്പള സംവിധാനം ഏർപ്പെടുത്തുക. അവർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള CSR ഫണ്ടുകൾ പിടിച്ചെടുക്കുക. ഇവിടുത്തെ കോർപ്പറേറ്റ് ഫണ്ടുകളുടെ CSRകൾ വഴിമാറ്റി ചിലവഴിക്കുന്നത് നമുക്ക് പലപ്പോഴും അറിയാം. എത്ര കള്ളത്തരങ്ങളാണ് നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നികുതി വകുപ്പിനെ കബളിപ്പിച്ചുകൊണ്ട് എത്ര ടാക്സ് വെട്ടിപ്പുകൾ നടക്കുന്നത് നമുക്കറിയാം. അങ്ങനെ വ്യക്തമായ നികുതി ശേഖരണത്തിലൂടെ ഞാൻ ഈ സൂചിപ്പിച്ച സ്വപ്ന പദ്ധതി, അതായത് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം, എല്ലാവർക്കും സൗജന്യ ആരോഗ്യ ക്ഷേമം, ഇത് നടപ്പിലാക്കുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കഴിയണം. ഞാൻ മന്ത്രിയായാൽ, ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയായാൽ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് ഉത്തമമായിട്ടുള്ള മാതൃകകൾ വീണ ജോർജ് കൊണ്ടുവരുമെന്ന് തന്നെയാണ്. കാരണം എന്തായിരുന്നു, ഞങ്ങൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന മാധ്യമ മേഖലയിൽ നിന്ന് തന്നെയാണ് വീണ ജോർജ് എത്തിയത്. 4th എസ്റ്റേറ്റ് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിന് മറ്റ് തൂണുകൾ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രക്രിയയോട് കടുത്ത അമർഷവും വിദ്വേഷവും ഉണ്ടാകണം. അത്തരം ആളുകളെ നേർവഴിക്ക് നടത്തുവാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം ജനാധിപത്യത്തിൻ്റെ 4ാം തൂണുകൾ, അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ ഓരോ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തകനും. അങ്ങനെ മാധ്യമ മേഖലയിൽ നിന്ന് കടന്നു വന്നപ്പോൾ വീണ ജോർജിന് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചിന്തകൾ ഉണ്ടാകണം.
ജനപക്ഷത്ത് കേന്ദ്ര പദ്ധതിയായാലും സംസ്ഥാന പദ്ധതി ആയാലും അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിയണം. ഞാൻ മന്ത്രിയായാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് RJ കടന്നു വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിക്കും. കേരളത്തിലെ മുഴുവൻ ആതുരാലയങ്ങളിലും സ്വകാര്യ മേഖലയിലാകട്ടെ പൊതുമേഖലയിലാകട്ടെ പ്രവർത്തിക്കുന്ന മേഖലകളിലെ മുഴുവൻ ഹോസ്പിറ്റലുകൾക്കും സംശുദ്ധമായി പ്രവർത്തിക്കാനുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. CSR ആകട്ടെ മറ്റ് ഇതര പദ്ധതികളിലൂടെയുള്ള സമാഹരണമാകട്ടെ, ഇപ്പോൾ ലോട്ടറിയിലൂടെ സമാഹരിച്ച പൈസ കൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM മാണിയും വലിയ വിപ്ലവകരമായിട്ടുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ടും കാരുണ്യ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാൽ പൂർണ്ണമായിട്ടും 100% സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുവാൻ ഞാൻ തയ്യാറാകും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.